നമസ്കാരം. ലോകത്തെ ഏറ്റവും സമ്പന്നർ ജീവിക്കുന്ന രാജ്യം ഏതാണ് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നേരത്തെ നമ്മൾ പറയുമായിരുന്നു അമേരിക്ക, അല്ലെങ്കിൽ എണ്ണ കൊണ്ട് സമൃദ്ധമായ ഗൾഫ് രാജ്യങ്ങൾ, ബ്രൂണൈ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ പട്ടിക നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ എല്ലാം മാറിമറിയുകയാണ്. ഒരു കാലത്ത് അതിസമ്പന്നമായിരുന്ന പല രാജ്യങ്ങളും ഇന്ന് ഈ പട്ടികയിൽ ഏറെ പുറകോട്ട് പോയിരിക്കുകയാണ്. ഈ വർഷത്തെ ആഗോള സമ്പന്നരുടെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് യൂറോപ്പിലെ ഒരു കുഞ്ഞൻ രാജ്യമാണ് ഏറ്റവും അധികം സമ്പന്നർ താമസിക്കുന്ന രാജ്യമെന്ന പദവി നേടിയിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ജീവിത നിലവാരവും അവരുടെ വാങ്ങൽ ശേഷിയും ആശ്രയിച്ചാണ് ഇപ്പോൾ ഈ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതല്ലാതെ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം കണക്കാക്കിയല്ല ഇത് സംബന്ധിച്ച പട്ടിക ഇപ്പോൾ IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയും ചൈനയൊക്കെ പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായി മാറിയിരിക്കുന്ന രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായൊരു കാര്യം. അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനമല്ല, ജനങ്ങളുടെ ജീവിത നിലവാര ശേഷിയും അവർക്ക് അവരുടെ ക്രയവിക്രയ ശേഷിയും അവർക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ അല്ലെങ്കിൽ എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടാൻ അവർക്ക് എത്രമാത്രം കഴിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ ഒരു പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതൊരു യൂറോപ്യൻ രാജ്യമാണ്. ലിക്റ്റൻസ്റ്റൈൻ എന്നാണ് ഈ രാജ്യത്തിൻ്റെ പേര്. നമ്മൾ പൊതുവെ കേട്ടിട്ടില്ലാത്തൊരു പേര് തന്നെയാണ് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ രാജ്യമാണ്. ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് ഇതൊരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്. പിന്നെ ദന്ത വസ്തുക്കൾ, നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പലതും നിർമ്മിക്കുന്നത് ഈ രാജ്യത്താണ്. നമ്മൾ ദന്ത ഡോക്ടർമാർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന പല വസ്തുക്കൾ നിർമ്മിക്കുന്നത് ഈ രാജ്യത്താണ്. അപ്പോൾ ഏതായാലും ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ വളരെ സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ്. വലിയ വരുമാനമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത നിലവാരം അതനുസരിച്ച് ഉയരുകയും അതുപോലെ അവരുടെ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള അത്യാഡംബര സാധനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ് പറയപ്പെടുന്നത്. വില കൂടിയ കാറും അതുപോലെ മറ്റെല്ലാവിധ ഗൃഹോപകരണങ്ങളും അവരുടെ ജീവിതശൈലിയും ഭക്ഷണശൈലിയും ഒക്കെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലെ സമ്പന്നർ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്, ഭൂരിഭാഗം ജനങ്ങളും താമസിക്കുന്നത് എന്നാണ് ഈ പട്ടികയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം സ്ഥാനത്ത് സംശയിക്കേണ്ട സിംഗപ്പൂർ തന്നെയാണ്. ഒരു കാലത്ത് മലയാളികൾ ആദ്യകാല പ്രവാസം നടത്തിയ രാജ്യം. അന്നൊക്കെ തന്നെ അവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കീഴിൽ ഈ രാജ്യത്തിൻ്റെ വികസനം മുന്നോട്ട് കുതിക്കുമ്പോഴും അതിൻ്റെ മുഴുവൻ നേട്ടവും കൊയ്യാൻ ആ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് സിംഗപ്പൂർ സ്വതന്ത്ര രാജ്യമായി മാറുകയും വലിയ തോതിൽ, അതായത് 1965 ശേഷമാണ് സിംഗപ്പൂരിന് ഇന്ന് കാണുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള വളർച്ച ഉണ്ടായത്. സിംഗപ്പൂരിൽ ഇന്ന് ലോകത്തിൻ്റെ ബിസിനസ് തലസ്ഥാനം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ സിംഗപ്പൂരിൽ വ്യവസായ സ്ഥാപനങ്ങൾ. ഒരു ചെറിയ രാജ്യം, നമുക്കറിയാം സിംഗപ്പൂർ ഒരു വളരെ ചെറിയ രാജ്യമാണ്. അവിടെയും ജനങ്ങളുടെ ജീവിത നിലവാരവും അവരുടെ വാങ്ങൽ ശേഷിയുമൊക്കെ തന്നെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഈ രാജ്യം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കയറ്റുമതി അധിഷ്ഠിത വളർച്ച, നല്ല ഭരണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കാണ് സിംഗപ്പൂർ ഊന്നൽ നൽകുന്നത്. ഇന്ന് ഉൽപ്പാദനം, ധനകാര്യം, വ്യാപാരം, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയാണ് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങൾ. യൂറോപ്പിലെ തന്നെ ലക്സംബർഗാണ് മൂന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ലോകത്തെ ബാങ്കിങ് മേഖല, അതായത് ധനകാര്യ സ്ഥാപനങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സ്, സാമ്പത്തിക ശക്തി എന്ന് തന്നെ പറയാം. അങ്ങനെ ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളുമെല്ലാം ചേർന്ന് വലിയൊരു സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും അതിനനുസരിച്ച് ഉയരാൻ കഴിഞ്ഞത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വിറ്റ്സർലൻഡൊക്കെ പോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ നിക്ഷേപ കേന്ദ്രം കൂടിയാണിത്. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടുത്തെ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്. ഒരു കാലത്ത് സ്വിസ് ബാങ്കിലാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ സമ്പന്നരാണെങ്കിലും അഴിമതിയിലൂടെ പണം സമ്പാദിച്ചവരുമൊക്കെ തന്നെ അതീവ രഹസ്യമായി പണം സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമായി കണക്കാക്കിയിരുന്നത് സ്വിറ്റ്സർലൻഡിനെയാണ്. ഇന്ന് ലക്സംബർഗിലും അത്തരത്തിലുള്ള നിരവധി സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കാനും കഴിയും. നാലാം സ്ഥാനത്തുള്ളത് അയർലൻഡാണ്. ടെക്, ഫാർമ മേഖലകളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഈ രണ്ട് മേഖലകളിലും ധാരാളമായി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിന്നുള്ള ഈ വസ്തുക്കളുടെയൊക്കെ തന്നെ കയറ്റുമതിയും അതുപോലെ ടെക് മേഖലയിലും ഫാർമ മേഖലയിലുമൊക്കെ തന്നെ നിരവധി മൾട്ടിനാഷണൽ കമ്പനികൾ പ്രവർത്തിക്കുന്ന രാജ്യം കൂടിയാണ് അയർലൻഡ്. അങ്ങനെ അയർലൻഡിലെ ജനങ്ങളുടെ ജീവന നിലവാരം ഉയർത്തുന്നതിന് ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യവസായങ്ങളേറെ സഹായകരമായി മാറുകയാണ്. അഞ്ചാം സ്ഥാനത്തുള്ളത് ഗൾഫിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായ ഖത്തറാണ്. പ്രകൃതി വാതക കയറ്റുമതിയിലൂടെ തന്നെയാണ് ഇവർ ഏറ്റവും അധികം പണം സമ്പാദിക്കുന്നത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഖത്തറിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള എത്രയോ പ്രവാസികൾ
വളരെ ഉയർന്ന ശമ്പളത്തിലും ഉയർന്ന ജീവിത നിലവാരത്തിലൊക്കെ തന്നെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ ഖത്തറാണ് ഈ പട്ടികയിൽ 5-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. എണ്ണയിൽ നിന്നുള്ള വരുമാനം ഒരു വശത്ത്, പ്രകൃതിവാത കയറ്റുമതിയിലൂടെയുള്ള വരുമാനം മറ്റു വശത്തും, ഇങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറാൻ പ്രകൃതി തന്നെയാണ് ഖത്തറിന് ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. 6-ാം സ്ഥാനത്ത് നോർവേയും 7-ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡുമാണ്. നോർവേ പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അവർ എല്ലാ കാര്യങ്ങളിലും ലോകത്തെ ഏറ്റവും അധികം സന്തോഷകരമായ ആളുകൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ സ്വീഡൻ ഉൾപ്പെടുന്ന ആ ഒരു മേഖലയിൽ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ സമ്പൽ സമൃദ്ധി തന്നെയാണ് കഴിയുന്നത്. ആ രാജ്യങ്ങളിൽ നോർവേയാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ സമ്പന്നരായി ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ പട്ടിക സൂചിപ്പിക്കുന്നത്. സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. ടൂറിസവും അതുപോലെ മറ്റൊരുപാട് വ്യവസായങ്ങളുമൊക്കെ തന്നെ ഈ രാജ്യത്തുണ്ട്. ഫാർമ വ്യവസായമുണ്ട്. സ്വിറ്റ്സർലൻഡ് നിരവധി കാര്യങ്ങൾക്ക് പേര് കേട്ട ഒരു രാജ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിങ് മേഖലയിലുമൊക്കെ തന്നെ അവർക്ക് വലിയ സ്ഥാനമാണുള്ളത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഉള്ള ബാങ്കുകളിലെത്തി അവരുടെ വിശ്വാസത്തോടുകൂടി പണം നിക്ഷേപിക്കുന്നു എന്നുള്ളതും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത ഉയർത്തുന്ന പ്രധാന ഒരു ഘടകമാണ്. ഒരു കാലത്ത് അതിസമ്പന്നതയ്ക്ക് പേര് കേട്ട ബ്രൂണൈയാണ് 8-ാം സ്ഥാനത്ത്. ബ്രൂണൈ സുൽത്താൻ്റെ സമ്പത്തിനെക്കുറിച്ചും ബ്രൂണൈ സുൽത്താൻ്റെ അത്യാഡംബര ജീവിതത്തെക്കുറിച്ചുമൊക്കെ എത്ര കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതായാലും ഒരു കാലത്ത് ബ്രൂണൈ സുൽത്താൻ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ലോകത്തെ ഏറ്റവും അധികം സമ്പന്നർ താമസിക്കുന്ന 8ാമത്തെ രാജ്യമാണ് ബ്രൂണൈ. അവരുടെയും പ്രധാന വരുമാന മാർഗ്ഗം നമുക്കറിയാം എണ്ണ തന്നെയാണ്. എന്നാൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗയാന എന്ന രാജ്യമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഇതൊരു കുഞ്ഞൻ രാജ്യം തന്നെയാണ്. ഈയിടെയാണ് അവിടെ എണ്ണ നിക്ഷേപം വലിയ തോതിൽ കണ്ടെത്തിയിട്ടുള്ളത്. വളരെ കുറച്ച് നാളുകൾ മാത്രമായിട്ടുള്ള എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ട് അത് അവർക്കേറെ ഗുണം ചെയ്തു. ഇപ്പോൾ എണ്ണ വ്യവസായത്തിലൂടെ അവർ വലിയ തോതിൽ വികസനം കൈവരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആളുകളുടെ ജീവിത നിലവാരമൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അതിനനുസരിച്ച് ഉയർന്നു. ലോകത്തെല്ലാവരും അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഈ ഗയാന എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിൻ്റെ വികസനത്തെ നോക്കിക്കാണുന്നത്. ഇനിയാണ് നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഈ പട്ടികയിൽ 10ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അത് സാക്ഷാൽ അമേരിക്ക തന്നെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഈ പട്ടികയിൽ 10ാമതുള്ളത്. നമ്മളൊന്ന് ചിന്തിക്കുക, കുഞ്ഞൻ രാജ്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പട്ടികയിൽ ആദ്യമുള്ളത്. അമേരിക്ക പോലെയുള്ള ഒരു കാലത്ത് ലോക പോലീസ് എന്നറിയപ്പെട്ടിരുന്ന, ഇപ്പോഴും ലോക പോലീസ് എന്ന് സ്വയം ചമയുന്ന ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലൊന്നായ, ഏറ്റവും അധികം ആഭ്യന്തര വരുമാനമൊക്കെ തന്നെ ഉള്ള ഈ അമേരിക്കയാണ് ഈ പട്ടികയിൽ 10ാമതെത്തുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനമല്ല ഇതിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. അതല്ലാതെ ഓരോ ജനങ്ങളുടെയും അവരുടെ ജീവിത നിലവാരവും അതുപോലെ അവരുടെ വാങ്ങൽ ശേഷിയൊക്കെയാണ് ഇതിൻ്റെ ആധാരമായി എടുത്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക 10ാമതാണ് എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഏതായാലും ചൈനയോ ഇന്ത്യയോ പോലുള്ള വലിയ സാമ്പത്തിക ശക്തികൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. ഒരുപക്ഷെ മൊത്തം ഉൽപ്പാദനം, രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനമൊക്കെ കണക്കാക്കി വരുമ്പോൾ ഇന്ത്യ ചൈനയൊക്കെ തന്നെയാണ് ലോകത്തെ സാമ്പത്തിക ശക്തികൾ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നത്. ഇന്ത്യ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്ന് ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പ്രവചിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും ഈ ഒരു പട്ടിക ഏവരെയും അത്ഭുതപ്പെടുത്തും. കാരണം ഇതിൽ പറയുന്ന പല രാജ്യങ്ങളും തീരെ ചെറിയ രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ അവർ അവരുടെ പരമാവധി പ്രകൃതി വിഭവങ്ങളും മറ്റും കൊണ്ട് അത് കൃത്യമായി ചൂഷണം ചെയ്തെടുത്ത് ജനങ്ങൾക്ക് സുഖകരമായ ജീവിതം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത.